ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഒരു ഹാരം ഉണ്ടാക്കാനാണ് പോകുന്നത്. ഒരു കല്യാണത്തിന് വേണ്ടിയിട്ട്, അതായത് നമ്മുടെ അടുത്ത വീട്ടിലുള്ള ഉഷാൻറ്റിയുടെ മോൻ്റെ കല്യാണത്തിന് ഞാൻ ഉണ്ടാക്കി കൊടുത്തത് കണ്ടിട്ട് എനിക്ക് കിട്ടിയൊരു ഓർഡറാണ്. എനിക്ക് ഇവരെ പരിചയമൊന്നുമില്ല. അപ്പോൾ അതേപോലത്തെ സെയിം തന്നെ വേണമെന്ന് പറഞ്ഞു. പൂവിൻ്റെ കളർ മാത്രം റെഡ് കളറായാൽ മതി, ബാക്കി നെറ്റും എല്ലാം സെയിം സാധനം തന്നെയാണ്. അങ്ങനെ ഞാൻ 2 പീസ് നെറ്റ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, കറക്റ്റ് ഹാരത്തിൻ്റെ അളവിനായിട്ട്. ഇനി നമുക്ക് ഇതിൽ 2 സ്റ്റിക്കും കൂടെ, നല്ല മുളയുടെ നല്ല സ്റ്റിക്കും കൂടെ വെട്ടിയെടുത്തിട്ടുണ്ട് കഴുത്തിൻ്റെ പോർഷന് കൊടുക്കാൻ. നമുക്കിത് ഒന്ന് ചെയ്തിട്ട് കാണാം. അപ്പോൾ ഞാൻ ഈ 2 നെറ്റിൻ്റെയും നെക്ക് പോർഷൻ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഒരു സ്റ്റിക്ക് അകത്ത് കൊടുത്തിട്ട് നമ്മൾ ഇത് സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട്. വേറെ ഒന്നും ഇതിൽ ഇല്ല. ഈ നെറ്റിൻ്റെ 2 ഹാരത്തിൻ്റെയും താഴ്വശത്തായിട്ട് ഞാനൊരു കെട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നാൽ മാത്രമേ നമുക്കിനി ഇതിൻ്റെ മുകളിൽ 2 വശത്ത് കറക്റ്റ് ഒരു പ്ലേസിലായിട്ട് നമുക്ക് ഒന്നുകൂടെ ഒരു കെട്ടിട്ട് കൊടുക്കണം. അവിടെയാണ് നമ്മൾ പൂക്കൾ അറേഞ്ച് ചെയ്യാൻ പോകുന്നത്. ഞാൻ വീഡിയോ മുഴുവനായിട്ട് ഇങ്ങനെ ചെയ്യുന്ന കാണിക്കാത്തത്, ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ നെറ്റിൽ തന്നെ, അതുകൊണ്ടാണ് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കാണിച്ചു പോകുന്നത്. ഞാനിവിടെ കുറച്ച് പൂക്കൾ, ഗ്ലിറ്റർ ഫോം ഷീറ്റ് യൂസ് ചെയ്ത് പൂക്കൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. റെഡ് കളർ ഫോം ഷീറ്റിലാണ് ചെയ്തേക്കുന്നത്. ഇത് നമ്മുടെ ഹാരത്തിലൊന്ന് ഒട്ടിച്ചു കൊടുക്കാവേ. അങ്ങനെ ഞാൻ ഇതിൻ്റെ സൈഡിലെല്ലാം ടൈ ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട്. വേറെ ഒന്നും പിടിപ്പിച്ചതല്ല, ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലെല്ലാം പൂക്കൾ ഒട്ടിച്ച് പിടിപ്പിക്കണം. ഞാൻ പൂക്കൾ ഓൾറെഡി ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫോം ഷീറ്റ് യൂസ് ചെയ്താണ് ഈ പൂക്കളൊക്കെ ഉണ്ടാക്കിയേക്കുന്നത്. ഇത് നമുക്ക് ഓരോ സ്റ്റിച്ച് ചെയ്തിരിക്കുന്ന ഓരോ സ്ഥലത്തായിട്ട് ഓരോന്ന് ഒട്ടിച്ച് പിടിപ്പിക്കണം. ഞാൻ ഗ്ലൂ ഗൺ യൂസ് ചെയ്താണ് ഇത് ഒട്ടിച്ച് പിടിപ്പിക്കാൻ പോകുന്നത്. അപ്പം പിന്നെ അത് കഴിഞ്ഞിട്ട് കാണുന്നത് നമ്മുടെ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. അതായത് ഞാൻ ചെയ്ത് വെച്ചിരുന്ന ഫോം ഷീറ്റിൽ ചെയ്ത് വെച്ചിരുന്ന പൂക്കളെല്ലാം ഇങ്ങനെ ഒട്ടിച്ചു കഴിഞ്ഞു. അതുപോലെ തന്നെ ചെറിയ ഡോട്ട് എന്ന് പറഞ്ഞാൽ ബീഡ്സ് ഒന്നും അല്ല കേട്ടോ. ഈ ഫോം ഷീറ്റിൽ തന്നെ പഞ്ചിങ് മെഷീൻ യൂസ് ചെയ്ത് പഞ്ച് ചെയ്ത് ചെറിയ ഒരു ഇത് കിട്ടുമല്ലോ, അതാണ് ഇതിൽ മൊത്തം ഞാൻ സ്റ്റിക്ക് ചെയ്ത് വെച്ചേക്കുന്നത്. പിന്നെ ഇതും ലാസ്റ്റ് എൻ്റെ കയ്യിൽ സാറ്റിൻ റിബൺ ഒന്നും റെഡ് കളറിൽ ഇല്ലായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ ഓർത്തു അതും ഫോം ഷീറ്റിൽ തന്നെ കൊടുക്കാമെന്ന്. അത് ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ചുരുട്ടി ഒട്ടിച്ചേക്കുന്നതാണ്. അങ്ങനെ ഇതാണ് ഫൈനൽ ലുക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹാരത്തിൻ്റെ. എങ്ങനെ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ? ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്ന് ഓർക്കണേ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. അതുവരെ എല്ലാവർക്കും നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്.